PSC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു മുൻവർഷ ചോദ്യപേപ്പറാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന ഒരു സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏകദേശം 10ാമത്തെ ചോദ്യപേപ്പറാണിത്. 2024 ജനറൽ PSC നടത്തുന്ന മുഴുവൻ ചോദ്യപേപ്പർ നമ്മൾ ഈ ഒരു സീരീസിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കരിയർ കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിനോ കരിയർ കാറ്റഗറി 3 and 2 സൈക്കോളജിക്കോ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാണ്. അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ലഭ്യമാണ് കേട്ടോ. അപ്പൊ ആർക്ക് ഈ പറയുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അതുകൂടാതെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വേണമെങ്കിൽ അതും മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലത്തെ ഏതാണ് ശരിയായിട്ട് വരുന്നത് ഒന്ന് നോക്കിക്കേ. ശ്രീനാരായണ ഗുരു മുതൽ, അതായത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഒന്നാമത്തെ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നതെന്ന്. 1 ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം ശരിയാണോ? 1 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 1 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. അതായത് 1 ശരിയാണ്, 2 ശരിയാണ്, അത് കൂടാതെ തന്നെ 4ഉം ശരിയാണ്. അടുത്തത് 1ാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളുടെ നേതൃത്വം നൽകിയവരും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ചേരുംപടി ചേർത്ത് നോക്കിയാലോ, ഒരുമിച്ച് ചേർത്ത് നോക്കാം അല്ലെ. 1 കാൺപൂർ ആണ്. കാൺപൂർ ഏതാണ് റൈറ്റ് ആൻസർ? നാനാ സാഹിബ് ആണ് കാൺപൂർ വരിക. 2 എന്ന് പറയുന്നത് 2 ഏതാണ്? ബീഹാർ. ഏതാണ്? കൺവർ സിംഗ് ആണ് ബീഹാറിൽ വരുന്നത്. 3 ഡൽഹി. എങ്ങോട്ട് വരും? നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹി വരുന്നത്. ഝാൻസി റാണി ലക്ഷ്മി ഭായി ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചു. ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിവിധ സമ്മേളനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ലാഹോർ സമ്മേളനം കേട്ടോ. അടുത്തത് ചൈനയെ ആധുനികവൽക്കരിക്കാൻ സന്യാസ് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെയാണ് അതിനകത്ത് ആശയങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? എന്താണ്? മഞ്ജു രാജവംശത്തിന്റെ അധിക സാമ്രശക്തി എന്താണ് പുറത്താക്കുക എന്നതായിരുന്നു. ശരിയാണോ? ശരിയാണ്. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. ശരിയാണ്. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ശരിയാണ്. എല്ലാം ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ കാലക്രമത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ 5 റൈറ്റ് ആൻസർ ഏതാണ് നമുക്ക് നോക്കാം. 5 ഏതാണ്? 2. ഫസ്റ്റ് 1 ഏതാ വരുക? ബോസ്റ്റൺ ടീ പാർട്ടി ആണ് ഫസ്റ്റ് വരുന്നത്. ദെൻ സെക്കൻഡ് വരുന്നതോ? സെക്കൻഡ് വരിക ഏതാണ്? 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് സെക്കൻഡ് വരുന്നത്. 3 സെക്കൻഡ് വരിക അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ലാസ്റ്റ് പാരീസ് ഉടമ്പടിയാണ് കേട്ടോ. അപ്പൊ 5 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് 5 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ് പ്രധാന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ശൈത്യകാലമാണ് ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ്? ശൈത്യമാല ലഭിക്കുന്ന കാരണമായ പ്രതിഭാസം പശ്ചിമ അസ്വസ്ഥതയാണ്. ഇന്ത്യൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന, പെട്രോളിയം ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ എന്നുള്ളതാണ്. കേരളത്തിൽ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ് തിരിച്ചറിയുക. ഏതാണ് ദേശീയപാത 3 ആണ്. താഴെ കൊടുത്തിരിക്കുന്ന കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല ഏത്? കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്തത് ഏത് ജില്ലയിലാണ്? പാലക്കാട്, ഇടുക്കിയിലാണ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ് കേട്ടോ. അടുത്തത് ആഭ്യന്തര ഭരണ സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയായി സംയോജിപ്പിക്കുന്നത് എന്ന് പറയുന്ന പേരെന്ത്? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ആഗോളവൽക്കരണമാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ആരുടെ അടിസ്ഥാനത്തെ? PV മഹൽനോബിസിന്റെ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം വരുന്നത്? അത് ന്യൂഡൽഹിയിലാണ് അല്ലെ. അടുത്തത് എന്താണ്? മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? ക്രൂഡ് ഓയിലും മിനറൽ ഓയിൽ എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് 16 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. പെട്രോളിയം ആണ്. പെട്രോളിയം.
സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? അത് സെബി ആണ് അല്ലെ. ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാൻഡ് പ്രോജക്ട് ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂൾ വിദ്യാഭ്യാസവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷ മാന്യ പാർപ്പിട സമിതി ഒരുക്കുന്ന പദ്ധതിയുടെ പേര് ഏതാണത്? 19 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ലൈഫ് മിഷൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ കുറിച്ച് സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനമായിട്ടുള്ള അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? 21 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റിയാണ്. ഇന്ത്യയിലെ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലം തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക. ആരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അതിർത്തി നിർണയ കമ്മീഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിന്റെ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായിട്ടുള്ള പദവി? ഏതാണ്? 23 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഗവർണർ ആണ് കേട്ടോ. ഗവർണർ. ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? എവിടേക്കാണ് നിലവിലുള്ളത്? മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരൻ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ, ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്, ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥയെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? 25 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൻ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്? 26 റൈറ്റ് ആൻസർ ആയിട്ട് ഒരു ഓപ്ഷൻ ഡി 2023 സെപ്റ്റംബർ 28 ആണ്. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നിലവിലുള്ള സുരക്ഷാ ചുമതല? ആർക്കാണ്? അത് CISF-നാണ് ചുമതല വരുന്നത്. കേരളത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരെന്ത്? ഏതാണ്? നവജീവനാണ് കേട്ടോ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ദിവസ വേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? എത്ര രൂപയായിട്ട് വർദ്ധിപ്പിച്ചു? 22 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം ഏതാ? പ്രത്യക്ഷരക്ഷ ദൈവസഭയാണ് അല്ലെ. അടുത്തത്, ഗാന്ധിജി അരാജകത്വം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ചേറ്റൂർ ശങ്കര നായരാണ്. 2020 തണ്ണിമത്തൻ ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. 2020 തണ്ണിമത്തൻ ദിനത്തിന്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്തുകയും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടന ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 243 പ്രകാരമാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങളുടെ കുടക്കീട് ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ് ആ പദ്ധതി? 34 റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആരോഗ്യ കിരണമാണ് കേട്ടോ. ഓപ്ഷൻ ബി. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്ന ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഇടുക്കി, പത്തനംതിട്ട ജില്ലയിലാണ്. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 36 റൈറ്റ് ആൻസർ ഏതാണ്? നിശാന്ത വൈറ്റമിനുടെ കുറവ് മൂലം റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടും. ശരിയാണോ? ശരിയാണ്. അക്വസ് ദ്രവ്യത്തിന് പുനരാഗമനം നടക്കാത്ത കണ്ണിലുള്ള മർദ്ദം കൂടുന്നു. സിറോഫ്താൽമിയ തെറ്റാണ്. വൈറ്റമിൻ എയുടെ തുടർച്ചയ അഭാവം കൊണ്ട് നേത്രാവരണം കോർണിയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു. ശരിയാണോ? തെറ്റാണ് അല്ലെ. ഗ്ലൂക്കോമ അതാണോ? അല്ല. അപ്പോ നിശാന്തത മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത്, മനുഷ്യത്തിലെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കാണുന്ന ലോഹം ഏതാണ്? മനുഷ്യരത്തിലെ രക്തത്തിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനിലുള്ള ലോഹം എന്ന് പറയുന്ന 37 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇരുമ്പാണ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഓപ്ഷൻ എ ലെപ്റ്റോപൈറയാണ് കാരണം കേട്ടോ. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? ഓപ്ഷൻ ബി എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് ഇവയിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്? എംഫിസീമ ജീവിതശൈലി രോഗമാണ്. അതുപോലെ തന്നെ ഫാറ്റി ലിവറും ജീവിതശൈലി രോഗമാണ്. ഹീമോഫീലിയ അല്ല, സിംഗിൾ സെൽ അനീമിയ അല്ല. 1ഉം 2ഉമാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. വായുമലിനീകരണം നിയന്ത്രിക്കുന്ന 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഗ്രേഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? എമിഗ്രേഷൻ സ്റ്റാൻഡേർഡ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന് വിസ്കോസിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ് ഇതിൽ ശരിയായതായിട്ട് വരുന്നത്? 43 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അതുപോലെ ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടി അവതരിപ്പിച്ച ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. അമേരിക്കയാണ്. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും
4.5 കിലോഗ്രാം മാസമുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം എത്തുക? ഏത് കല്ലായിരിക്കും ആദ്യം എത്തുക? 45 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. രണ്ടും ഒരുമിച്ച് എത്തും എന്നതാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആര്? ആരാണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഋതു കരുതാർ ആണ്. അതുപോലെ തന്നെ അനഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹത്തിന്റെ സംരക്ഷണത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്നത്? ഏതിന്റെയാണ്? ഓപ്ഷൻ സി അലുമിനിയം ആണ്. താഴെ പറഞ്ഞ ഏതാണ് pH മൂല്യത്തിന് കാൽസ്യം ഹൈഡ്രോ അപ്ഡേറ്റ് വിധേയമാക്കുന്നത്? ഏതാണ്? 48 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതാണ് തെറ്റായിട്ട് പ്രസ്താവന വരുന്നത്? ഇലക്ട്രോ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്നാണ്. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ദ്രാവക അവസ്ഥയിലുള്ള ലോഹം ഏത്? ഏതാണ് ദ്രാവക അവസ്ഥയിലുള്ള ഒരു അലോഹം എന്ന് പറയുന്നത്? ഏതാണ് അലോഹം? ഓപ്ഷൻ സി ബ്രോമിൻ ആണ് കേട്ടോ. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രം വരുന്ന ചലച്ചിത്രം ഏത്? ഏതാ? കൊടിയേറ്റമാണ്. കൊടിയേറ്റം. ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ്? ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ്? 53 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സാഹിത്യ വിമർശനമാണ്. പ്രശസ്തമായ മാരമൺ കൺവെൻഷൻ നടക്കുന്ന ഏത് നദിയുടെ തീരത്താണ്? ഏത് നദിയുടെ തീരത്താണ്? പമ്പയിലാണ്. അതുപോലെ തന്നെ ട്രാൻസ്ലോം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? 55 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ടെന്നീസ് ആണ്. 2020 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? ആർക്കാണ് ലഭിച്ചത്? 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏത്? ഏതാണ് ആ ഭാഗ്യചിഹ്നം? 57 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. ഹിമപ്പുലിയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരന്ത്ര്യം മാനികർക്കും മൃത്യയേക്കാൾ ഭയാനകം. ആരുടെ വരികളാണ്? 58 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കുമാരനാശൻ. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്? ഓപ്ഷൻ സി. താഴെ കൊടുത്തിരിക്കുന്നത് സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? ഏതാണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്? സഫാരി ആണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്. പ്രൊമോ എന്നതിന്റെ രൂപം ഏത്? പൂർണ്ണ രൂപം എന്താണ് പ്രൊമോയുടെ? അടുത്തത് പ്രോമിന്റെ പൂർണ്ണ രൂപം ഏത്? 61 റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം? 62 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 2008. താഴെ പറയുന്നതിൽ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ഏതാണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത്? കൂടിയ എന്നാണ് ശരിയല്ലാത്ത വരുന്നത് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഏതാണ് ഒഴിവാക്കിയിട്ടില്ലാത്തത്? വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ ശരിയാണോ? അത് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. ഫയലുകൾ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകളും പരിശോധന ഉള്ള അവകാശം. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഏതാണ്? 64 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? എത്ര വകുപ്പുകളുണ്ട്? 65. ഓപ്ഷൻ ബി 46 വകുപ്പുകളുണ്ട്. ഗാർഹിക പീഡന വിരോധന നിയമം 2005 വകുപ്പിലെ 2B പ്രകാരം കുട്ടിയുടെ നിർവചിച്ചു വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് കുട്ടി എന്ന് നിർവചിക്കാൻ കഴിയുക നമുക്ക്? 66 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 18 വയസ്സ് താഴെയുള്ള ഏതൊരു വ്യക്തിയും, ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒന്നും ഇല്ലാത്ത ഏതൊരു വ്യക്തിയും. ഇനി SC/ST വിഭാഗക്കാർക്കുള്ള ആക്രമണ നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ്? ഏത് വർഷമാണ്? 67 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി 1989. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശമല്ലാത്തത്? ഏതാണ്? ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാണ്? 69 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാൻ? 70 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ശ്രീ BS മാവോജി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന സീരീസ് തുടരുന്നതായിരിക്കും. എല്ലാവരും കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.